Dear students, next section traveling salesman problem, or it is also called routing problem. The traveling salesman problem is a special type of routing problem. The routing problems are those where we have to select a route from an origin to a destination which yields minimum cost. Suppose a salesman, the name is traveling salesman. So suppose a salesman has to visit n cities. N cities. He wished to start from a particular city, visit each city once, and then returning to his starting point. The objective is to select the sequence in which the cities are visited in such a way that his total traveling time is minimized. Example, if we have 4 cities, name A, B, C, D. Then the solution can be A to C, C to C, C to D, D to B, and B to A. എയിൽ നിന്ന് സിയിലോട്ട്, സിയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് ബിയിലോട്ട്, ദെൻ സ്റ്റാർട്ടിങ്. അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ തിരിച്ചു വന്നു. ദാറ്റ് ഈസ് വിസിറ്റ് ഈച്ച് സിറ്റി വൺസ്, ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, സി ഡി ബി, ആൻഡ് റിട്ടേൺ ടു ഹിസ് സ്റ്റാർട്ടിങ് പോയിന്റ്. Traveling salesman problem is very similar to the assignment problem, except that in the formal there is an additional restrictions. The additional restriction is choosing a sequence which can minimize cost. This is the routing condition. For solving a traveling salesman problem, first solve it like an assignment problem. If the solution does not satisfy the additional restriction, then use solve the following traveling salesman problem from the city 1, 2, 3, 4, 5 to the city 1, 2, 3, 4, 5. From 1 to 1 there is no assignment, 2 to 2 no assignment, 3 to 3 no cost, 4 to 4 no cost, 5 to 5 no cost. First solution. Introducing infinity, a large number in the cells ഹാവിങ് നോ ഫിഗർ. ഇപ്പം ഇവിടെ ഒന്നും കോസ്റ്റ് തന്നിട്ടില്ല, അവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി 10, 25, 25, 10, 1, ഇൻഫിനിറ്റി 10, 15, 2, 8, 9, ഇൻഫിനിറ്റി 20, 10. ഇത് മെട്രിക്സ് ആയിട്ട് എഴുതാം. 14, 10, 24, infinity 15, 10, 8, 25, 27, infinity. So next step, subtracting the smallest element of every row from all the elements of that row. First റോയിലെ ഏറ്റവും സ്മോള് 10 ആണ്. സോ 10 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. ഇൻഫിനിറ്റി 0, 15, 15, 0. സെക്കൻഡ് റോയിലെ സ്മോളസ്റ്റ് 1 ആണ്. സോ 1 കൊണ്ട് ചെയ്യുന്നു. 0, ഇൻഫിനിറ്റി 10 മൈനസ് 1 9, 15 മൈനസ് 1 14, 2 മൈനസ് 1 1. തേർഡ് റോയിലെ സ്മോളസ്റ്റ് 8 ആണ്. സോ 8 minus 8 0, 9 minus 8 1, infinity 12, 2. ഫോർത്ത് റോയിലെ സ്മോളസ്റ്റ് 10 ആണ്. സോ 4, 0, 14, ഇൻഫിനിറ്റി 15 minus 10 5. ലാസ്റ്റ് റോയിലെ സ്മോളസ്റ്റ് 8 ആണ്. So 2, 0, 17, 19, infinity.
ദെൻ കോളം വൈസ് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ 0 ആണ്. സോ സെയിം റിപ്പീറ്റ് തന്നെ വരും. ഇൻഫിനിറ്റി 0 0 4 2. സെക്കൻഡ് കോളത്തിലെ സ്മോളസ്റ്റ് 0 ആണ്. 0 റിപ്പീറ്റ് ചെയ്ത് തന്നെ വരും. 0 ഇൻഫിനിറ്റി 1 0 0. തേർഡ് കോളത്തിൽ സ്മോളസ്റ്റ് 9 ആണ്. സോ 9 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 9 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 6 0 ഇൻഫിനിറ്റി 5 8. ദെൻ ഫോർത്ത് കോളത്തിലെ സ്മോളസ്റ്റ് 12 ആണ്. സോ 12 കൊണ്ട് ചെയ്യുമ്പം 3 2 0 ഇൻഫിനിറ്റി 7. ലാസ്റ്റ് കോളത്തിൽ 0 തന്നെയാണ് സ്മോളസ്റ്റ്. സോ റിപ്പീറ്റ് ചെയ്യും. 0 1 2 5 ഇൻഫിനിറ്റി. ദെൻ 0 അസൈൻമെൻറ്റ് ചെയ്യാം. 0 അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 0 ഉള്ളത് മാർക്ക് ചെയ്യാം. അപ്പം ഫസ്റ്റ് കോളത്തിൽ 2 zeros ഉണ്ട്. സോ സെക്കൻഡ് റോയിൽ 2 എണ്ണം ഉണ്ട്. തേർഡിൽ 2 എണ്ണം ഉണ്ട്. ഫോർത്തിൽ 1 എണ്ണേ ഉള്ളൂ. സോ ഇത് മാർക്ക് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കട്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് കോളത്തിലും കട്ട് ചെയ്യുന്നു. ദെൻ കോളം വൈസ് നോക്കുമ്പം ഫസ്റ്റ് കോളത്തിൽ 2 എണ്ണം ഉണ്ട്. തേർഡിൽ 1 എണ്ണേ ഉള്ളൂ. സോ ഇത് മാർക്ക് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്യുന്നു. ഇതിലൊരു 0 ഉണ്ട്. ഇത് മാർക്ക് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ലാസ്റ്റിൽ ഒരു 0. 0 അസൈൻ ചെയ്തു. ബട്ട് ഫസ്റ്റ് റോയിലുണ്ട്, സെക്കൻഡ് റോയിലുണ്ട്, തേർഡിലുണ്ട്, ഫോർത്തിലുണ്ട്. ഫിഫ്ത്ത് റോയിൽ 0 അസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കോളം വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് കോളത്തിലും അസൈൻ ചെയ്തിട്ടില്ല. സോ ടിക്ക് ചെയ്യാം. സോ സീറോസ് ഇല്ലാത്തത്, അസൈൻ ചെയ്യാൻ പറ്റാത്തത് ടിക്ക് ചെയ്യുന്നു. അവിടെ 0 ഉള്ള കോളം ടിക്ക് ചെയ്യുന്നു. ആ കോളത്തിൽ അസൈൻ ചെയ്തേക്കുന്നത് ടിക്ക് ചെയ്തു. ദെൻ ലൈൻസ് വരയ്ക്കുവാണ്. അൺടിക്ഡ് റോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ഉണ്ട്, അൺടിക്ഡ് ആണ്. അപ്പം അതിൽ ലൈൻ വരയ്ക്കുന്നു. സെക്കൻഡ് റോയിൽ ലൈൻ വരയ്ക്കുന്നു. തേർഡിലും ലൈൻ വരയ്ക്കുന്നു. കോളം ഒരു കോളത്തിൽ ടിക്ഡ് കോളം വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ലൈനയിലാണ്. ഇപ്പം സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാണെന്ന് നോക്കുക. സ്മോളസ്റ്റ് എലമെൻറ്റ് ലൈൻസ് ഇല്ലാത്തതിൽ സ്മോളസ്റ്റ് എലമെൻറ്റ് 2 ആണ്. സോ ഇവിടെ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. 6th ലൈനയിലാണ്. സോ 3 0 0 ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി തന്നെ 0 2 1 0 1 ഇൻ്റർസെക്ഷൻ ഓഫ് ലൈനാണ്. സോ 2 ആഡ് ചെയ്യുമ്പോൾ 3 ഇൻഫിനിറ്റി 0 2. ദെൻ 4ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം. സോ 2 0 5 മൈനസ് 2 3 ഇൻഫിനിറ്റി 5 മൈനസ് 2 3 2 മൈനസ് 2 0 0 8 മൈനസ് 2 6 7 മൈനസ് 2 5 ഇൻഫിനിറ്റി. സോ ഇനിയും 0 മാർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് 0 അസൈൻ ചെയ്തു. ഒരു 0 ഉള്ളൂ. ഫസ്റ്റ് റോയിൽ ഒരു 0 ഉള്ളൂ. കറസ്പോണ്ടിങ് ഇൻഡു ചെയ്യുന്നു. ഇവിടെ 2 0 ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ 1 എണ്ണേ ഉള്ളൂ. സോ ഇത് മാർക്ക് ചെയ്യുന്നു. കറസ്പോണ്ടിങ് കട്ട് ചെയ്യുന്നു. ഇവിടെ അപ്പോൾ ഒരു 0 ഉള്ളൂ. ഇത് മാർക്ക് ചെയ്യുന്നു. കറസ്പോണ്ടിങ് കട്ട് ചെയ്യുന്നു. ദെൻ കോളം വൈസ് നോക്കുമ്പം ഇത് ഇവിടെ ഒരു 0 ഉള്ളൂ. മാർക്ക് ചെയ്യുന്നു. അസൈൻമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. 1 2 3 4 5 1 2 3 4 5. അപ്പോൾ എവരി റോ, എല്ലാ റോയ്ക്കും എല്ലാ കോളത്തിലും 0 അസൈൻമെൻറ്റ് കിട്ടി. ഇനി നമുക്ക് എഴുതി നോക്കാം. 1ൽ നിന്ന് 5ലോട്ട്
1ൽ നിന്ന് 5, ദെൻ 2ൽ നിന്ന് 1ൽ നിന്ന് 5ലോട്ടാണ് പോയിരിക്കുന്നത്. റൂട്ടിംഗ് പ്രോബ്ലം ആയതുകൊണ്ട് 1ൽ നിന്ന് 5ലോട്ട് പോയി, ദെൻ 5ൽ നിന്ന് 1ലോട്ട്. റൂട്ടിംഗ് പ്രോബ്ലം, അപ്പോൾ 1ൽ നിന്ന് 5ൽ പോയി, 5ൽ നിന്ന് 1ൽ പോയി. ദെൻ പിന്നെ പോയിരിക്കുന്നത് 1ൽ നിന്ന് 5. അപ്പോൾ 1ൽ നിന്ന് 5, 5ൽ നിന്ന് 1, 2ൽ നിന്ന് 3ലോട്ട്, 3ൽ നിന്ന് 4ലോട്ട്, 4ൽ നിന്ന് 2ലോട്ട്. ഇതാണ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്. 1ൽ നിന്ന് 5ലോട്ട്, പിന്നെ 5ൽ നിന്ന് 1ലോട്ട്, 2ൽ നിന്ന് 3ലോട്ട്. ബട്ട് റൂട്ട് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈ. അതായത് 1ൽ തുടങ്ങിയാൽ 1ൽ തന്നെ തിരിച്ചെത്തണം. അപ്പം 1ൽ പോയി 5ൽ പോയി, ദെൻ 5ൽ നിന്ന് 1ൽ പോയി. അപ്പോൾ ഇതൊരു റൂട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ ഇത് കറക്റ്റ് അല്ല, റൂട്ട് പ്രോബ്ലം ആൻസർ കറക്റ്റ് ആയില്ല. സോ വീണ്ടും ഇൻഫിനിറ്റി 2 6 3 0 0 ഇൻഫിനിറ്റി 0 2 1 0 3 ഇൻഫിനിറ്റി 0 2 2 0 3 ഇൻഫിനിറ്റി 3 0 0 6 5 ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ 0 അസൈൻ ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ല. സോ കൺസിഡർ ദ സ്മോളസ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. സ്മോളസ്റ്റ് എലമെൻറ്റ് മീൻസ് ഇവിടെ സ്മോളസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ 1 ഇൻ സ്മോളസ്റ്റ് എലമെൻറ്റ് ഈസ് 1. ഫോർ 1 ആണ് സ്മോളസ്റ്റ് എലമെൻറ്റ്. ഫോർ അസൈൻമെൻറ്റ് കൊടുക്കുക, 1 അസൈൻമെൻറ്റ് കൊടുക്കുക. ആൻഡ് മേക്ക് റീ അസൈൻമെൻറ്റ്. അപ്പം 1 അസൈൻ ചെയ്യുന്നു, അപ്പോൾ 1 അസൈൻമെൻറ്റ് ചെയ്യുന്നു. ഇപ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കട്ട് ചെയ്യുന്നു, 0 കട്ട് ചെയ്യുക. ഇപ്പം സെക്കൻഡിൽ 2 0 ഉണ്ട്. സോ ഇവിടെ ഒരു 0 ഉള്ളൂ, മാർക്ക് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്യുന്നു, ഇവിടെ ഒരു 0 കട്ട് ചെയ്യുന്നു, ഇവിടെ ഒരു 0 അല്ല, ഇത് കട്ട് ചെയ്യണം. ഇവിടെ 1 മാർക്ക് ചെയ്തപ്പം ഇതും കട്ട് ചെയ്യണം. 1 മാർക്ക് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ദെൻ ഈ 0 മാർക്ക് ചെയ്തു, ഇത് കട്ട് ചെയ്തു. ഈ 0 മാർക്ക്, ഇവിടെ ഈ 0 മാർക്ക് ചെയ്തു. നൗ ഫസ്റ്റ് കോളത്തിനുണ്ട്, സെക്കൻഡ് കോളത്തിനുണ്ട്, തേർഡ് കോളത്തിന് അസൈൻമെൻ്റ് ഒന്നുമില്ല. അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് റോയ്ക്കും അസൈൻമെൻ്റ് ഇല്ല. ദ അസൈൻമെൻറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം 1 എടുത്തപ്പം കംപ്ലീറ്റ് ചെയ്തില്ല. സോ വി നോട്ട് ഗെറ്റിംഗ് എ സൊല്യൂഷൻ. അപ്പം 1 എടുത്തുകൊണ്ട് സൊല്യൂഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ 2, അടുത്ത സ്മോളസ്റ്റ് 2 ആണ്. അപ്പം ഇവിടെ ഇൻഫിനിറ്റി 2 6 3 0 0 ഇൻഫിനിറ്റി 0 2 1 0 3 ഇൻഫിനിറ്റി 0 2 2 0 3 ഇൻഫിനിറ്റി 3 0 0 6 5 ഇൻഫിനിറ്റി 1 2 3 4 5 1 2 3 4 5. അപ്പോൾ 1 എടുത്തപ്പോൾ ആൻസർ കിട്ടിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് സ്മോളസ്റ്റ് 2 ആണ്. ഇപ്പോൾ 2 തന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2. ഇത് മാർക്ക് ചെയ്യുവാണെങ്കിൽ കറസ്പോണ്ടിങ് 0 ഇത് കട്ടായി പോകും. ഈ റോയിൽ സീറോസ് ഒന്നും അസൈൻമെൻ്റ് ഇല്ല. അപ്പം ഇതെടുത്താലും നമുക്ക് ഈ സിറ്റുവേഷൻ തന്നെ വരും. ഈ 2 എടുത്താലും ഈ 1 2 3 ഈ 3 2 എടുത്താലും നമുക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. അത് ഓരോന്ന് സ്റ്റെപ്പ് നോക്കണം. ഈ 2 എടുക്കുവാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. സോ ഈ 2 എടുക്കുന്നു, കറസ്പോണ്ടിങ് കോളത്തിൽ വന്നേക്കുന്ന സീറോസ് കട്ട് ചെയ്യുന്നു, റോയിലും വന്നേക്കുന്നത് കട്ട് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് റോ നോക്കുന്നു. ഫസ്റ്റ് റോയിൽ ഈ ഒരു 0 ഉള്ളൂ, അത് മാർക്ക് ചെയ്യുന്നു, കറസ്പോണ്ടിങ് കട്ട് ചെയ്യുന്നു. സെക്കൻഡ് റോയിൽ ഒരു 0 ഉള്ളൂ, അത് മാർക്ക് ചെയ്യുന്നു. തേർഡിലും ഒരു 0 ആണ്, അത് മാർക്ക് ചെയ്യുന്നു. ദെൻ ഫിഫ്തിൽ ഒരു 0 ആണ്. ഈ 2 എടുത്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. ഈ 2 എടുത്താൽ ഇത് കട്ടായി പോവും, ഈ റോയ്ക്ക് ആരും അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരും.
സോ നമുക്ക് നോക്കാം. 1 നിന്ന് 5 പോയിരിക്കുന്നത്. 1 നിന്ന് 5 ദെൻ 5 നിന്ന് 2 5 നിന്ന് 2 1 നിന്ന് 5 5 നിന്ന് 2 ദെൻ 2 നിന്ന് 3 2 നിന്ന് 3 3 നിന്ന് 4 3 നിന്ന് 4 4 നിന്ന് 1 അതായത് 1 തുടങ്ങി 1 തന്നെ അവസാനിച്ചു. 5 2 3 4 ഒരു തവണ വന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് 1 നിന്ന് 5 5 നിന്ന് 2 2 നിന്ന് 3 3 നിന്ന് 4 4 നിന്ന് 1 ദിസ് ഈസ് എ റൂട്ടിംഗ് പ്രോബ്ലം. ഇനി കോസ്റ്റ് നോക്കാം. ടോട്ടൽ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കണം. 1 നിന്ന് 5 10 ആണ്. സോ 10 ദെൻ 5 നിന്ന് 2 5 നിന്ന് 5 ഇവിടെയാണ്. 5 നിന്ന് ക്വസ്റ്റ്യനിൽ തന്നെ നോക്കണം. 2 പോകുന്നതിന് 8 ആണ് കോസ്റ്റ്. 8 2 നിന്ന് 3 2 നിന്ന് 3 ദാറ്റ് ഈസ് 10 3 നിന്ന് 4 3 നിന്ന് 4 20 ദെൻ 4 നിന്ന് 1 4 നിന്ന് 1 പോകുമ്പോൾ 14. സോ ടോട്ടൽ കോസ്റ്റ് 10 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 14 62. അപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ് പ്രോബ്ലം പോലെ തന്നെ ചെയ്യണം. പിന്നെ എക്സ്ട്രാ കണ്ടീഷൻ വരുന്ന റൂട്ടിംഗ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ്. അപ്പോൾ ഇവിടെ റൂട്ടിംഗ് സാറ്റിസ്ഫൈ ചെയ്തില്ല, കാരണം 1 നിന്ന് 5 5 നിന്ന് 1 തന്നെ പോയി. അപ്പോൾ റൂട്ടിംഗ് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണ് ഈ മെത്തേഡ് ചെയ്തത്. അതായത് സ്മോളസ്റ്റ് എലമെൻറ്റ് 1 എടുത്ത് നോക്കി, ആൻസർ കിട്ടുന്നില്ല. ദെൻ 2 എടുത്ത് നോക്കി, സ്മോളസ്റ്റ് എലമെൻറ്റ് 2 എടുത്തിട്ടാണ്. അതും ഈ 2 എടുത്താൽ ആൻസർ കിട്ടിയിട്ടില്ല. ഈ 2 എടുത്തപ്പോഴാണ് ആൻസർ കിട്ടിയത്. ടോട്ടൽ ആൻസർ 62 ആണ് മിനിമം കോസ്റ്റ്.